ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എരിവുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലം ഐറ്റമാണ്. ഇതിന് മൈദയോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ആവശ്യമില്ല. ഗോതമ്പ് മാവിലാണ് തയ്യാറാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ഇനി വീഡിയോയിലേക്ക് പോകാം. 3 സവാള തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തത്, 200 ഗ്രാം ചിക്കൻ ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിച്ചത്, ഗോതമ്പ് പൊടി 200 ഗ്രാം, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തത്, പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഫ്രൈ ചെയ്യുവാനുള്ള ഓയിൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം 1 സ്പൂൺ വെച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യും ചേർക്കാം. 1 സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട, ഓയിൽ മാത്രം ചേർത്താൽ മതി. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് വരെ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിനി മാറ്റി വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് പാൻ വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കാം. ഈ സവാള ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്നു വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ചതച്ചത് ഇടാം. അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി മസാല ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടിച്ചു വെച്ച കിഴങ്ങിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് നല്ലോണം ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുവാൻ വെക്കാം. കുഴച്ച് വെച്ച ഗോതമ്പ് മാവ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയ ബോളാക്കി എടുത്ത് പരത്തിയെടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഓരോന്നും പരത്തിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവിക്കൊടുക്കാം. പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാനാണ്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലവർ മിക്സ് ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലെടുക്കണം. ഇത് ക്രിസ്പി ആയി കിട്ടാനാണ്. കോൺഫ്ലവർ മിക്സ് ഇതിൻ്റെ മേളിൽ തേച്ച് കൊടുക്കാം. എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഇത് ലെയറായിട്ട് കിട്ടുകയുള്ളൂ. ഇത് മൈദമാവിലും ചെയ്തെടുക്കാം. അടുത്ത ഒരെണ്ണം കൂടി എടുത്ത് ഇതിൻ്റെ മേളിൽ ലെയറായിട്ട് വയ്ക്കാം. ഇതിൻ്റെ മേളിലും കോൺഫ്ലവർ മിക്സ് ചേർത്ത് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കാം.
രണ്ട് വശവും മുറിച്ച് മാറ്റാം. എല്ലാം തുല്യമായി മുറിച്ചെടുക്കാം. ഇനി പരത്തിയെടുക്കാം. ബാക്കിയുള്ളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം മുറിച്ച് വെച്ച ചപ്പാത്തി റോൾ എടുത്ത് പരത്തിയെടുക്കാം. ഇത് നന്നായി പരത്തണം. ഇനി നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡിൽ ഫില്ലിങ് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഡിസൈൻ കൊടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. 5 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് പാൻ വയ്ക്കാം. ഓയിൽ ഒഴിക്കാം. ചൂടായതിന് ശേഷം ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.